ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോവുകയാണ്. താരീഖിന്റെ നമുക്ക് പഠിച്ച താരീഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റത്തത് യോജിപ്പിക്കുക. ഒന്നാമത്തത് പ്രവാചകന്മാരിലൂടെ ഉണ്ടാകുന്ന അമാനുഷിക അത്ഭുതം ആണ് മാനുഷികമായ അത്ഭുതം. താജുദ്ദീനാണോ, വസീയത്താണോ, കുത്തുബുദ്ദീൻ ഐബക്കാണോ, മുഅ്ജിസത്താണോ, തസവുഫാണോ, ഷാജഹാൻ? അതെന്താണ്? മുഅ്ജിസത്താണ് അല്ലേ? മുഅ്ജിസത്താണ് അല്ലേ? ഒന്നാമത്തത് ഇവിടെ പ്രവാചകന്മാരിൽ ഉണ്ടാകുന്ന അമാനുഷികമായ അത്ഭുതമാണ് മുഅ്ജിസത്ത്. മരണത്തിന് മുമ്പുള്ള ആഗ്രഹപത്രം. എന്താണ് ആഗ്രഹപത്രത്തിന് പറയാ? വസിയ്യത്ത് എന്നാണ്. അപ്പോൾ രണ്ടാമത്തത് വസിയ്യത്ത്. ചേരമാൻ പെരുമാൾ എന്താണ്? താജുദ്ദീൻ ആണ് അല്ലേ? താജുദ്ദീൻ. അപ്പം ഇവിടെ 3. ചേരമാൻ പെരുമാൾ 3. ആത്മശുദ്ധീകരണത്തിന് മാർഗം എന്താണ്? തസവ്വുഫ് അല്ലേ? തസവ്വുഫ്. ഡൽഹി ജുമുഅ മസ്ജിദ് സ്ഥാപിച്ചത് ആരാണ്? ഷാജഹാൻ. ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപകൻ കുത്തുബുദ്ദീൻ ഐബക്ക്. അത് 6. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അടുത്തത് നോക്കാം. അടുത്തത് പൂർത്തിയാക്കുക. 1. ഷാജഹാൻ നിർമ്മിച്ച പ്രശസ്ത കോട്ടയാണ് ചെങ്കോട്ട. ചെങ്കോട്ടയാണ് ഷാജഹാൻ നിർമ്മിച്ച പ്രശസ്ത കോട്ട അല്ലേ? ചെങ്കോട്ട അല്ലേ? ചെങ്കോട്ടയാണ് ഷാജഹാൻ നിർമ്മിച്ച പ്രശസ്ത കോട്ട. ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ഇസ്ലാം എത്തിയത് കേരളത്തിലാണ്. കേരളത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ഇതില് ബ്ലൂ എന്നല്ലേ എഴുതിയത്? The red car is on the road. ഇവിടെ നമ്മൾ വായിക്കാണ്ട് I have a horn. ഇവിടെ എന്താ? I have a horn. എനിക്ക് എന്താ ഉള്ളത്? horn ഉണ്ട്. horn. The bus has a horn. ബസ്സിന് എന്തുണ്ട്? തുഹഫത്തുൽ മുജാഹിദീൻ. It sound. ഇത് തുഹഫത്തുൽ മുജാഹിദീൻ. 4. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രചരണം വ്യാപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാരാണ്? എനിക്ക് എന്തുണ്ട്? വൈറ്റ് ലൈറ്റ്. സൂഫികളാണ് പ്രധാന പങ്ക് വഹിച്ചത്. അടുത്തത് 2 വീതം എഴുതുക. ഔറംഗസീബ് ജിലാനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഔറംഗസീബ് ജിലാനിയുടെ സമയമായാൽ ഉടൻ നിസ്കരിക്കുക. ഇത് എന്റെ വഴിയാണ്. നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്ക്. പതിവാക്കുക. പോലീസ് ഓഫീസർ ഒച്ചെടുത്തു. The bus does not stop. ബസ് നിർത്തിയോ? പോലീസ് ഓഫീസർ നിർത്താൻ പറഞ്ഞിട്ട് ബസ് നിർത്തിയില്ല. The car does not stop. കാറും നിർത്തിയില്ല. സംഭവിച്ചു.
The bus and the car hit each other. അവര് അതാണ് രണ്ട്. കൊടുങ്ങല്ലൂരിലേക്ക് വന്ന സ്വഹാബി സംഘത്തിലുള്ളവർ ആരൊക്കെയാണ്? കൊടുങ്ങല്ലൂരിലേക്കുള്ള സ്വഹാബി സംഘത്തിലുള്ളവർ. നിങ്ങൾ കണ്ടുപിടിച്ച് എന്റെ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അടുത്ത് നോക്കാം. മഖ്ദൂമന്മാർ കേരളത്തിൽ നടത്തിയ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പറയൂ. എന്തൊക്കെയാണ്? മതപഠനം, പിന്നെ അതേപോലെ തന്നെ സാമൂഹിക നവോത്ഥാനം, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വിദേശാക്രമണങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. നാലാമത്തത് കേരളത്തിലെ സെയ്ദ് കുടുംബങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഡൽഹി സുൽത്താനേറ്റ്, അടിമവംശം, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ് ലോധി, ഇതൊക്കെയാണ് അല്ലേ. അപ്പം ലോധി സിമ്പിൾ ആയിട്ട് ലോധിയും സെയ്ദ് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇവിടെ എടുത്ത് ഓക്കെ. ലോധി, സെയ്ദ്. അടുത്തത് ഉത്തരം എഴുതുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? മുഗൾ ചക്രവർത്തി ബഹദൂർ ഷായാണ്. അജ്മീർ ഹാജ റളിയല്ലാഹു അൻഹു തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ അജ്മീർ എന്ന പ്രദേശത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഏതാണ്? ചേരമാൻ. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ, ചേരമാൻ സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ. ഓക്കെ. പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചതാരാണ്? മഖ്ദൂം ഒന്നാമനാണ് പൊന്നാനിയിലെ വലിയ പള്ളി സ്ഥാപിച്ചത്. സൂഫിയാക്കൾ എന്ന് പറയുന്നത് ആർക്കാണ്? ലൗകികരമായ സുഖങ്ങൾ ത്യജിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെയാണ് സൂഫിയാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ സൂഫിയാക്കൾ എന്ന് ആരെയാണ് പറയുന്നത്? ലൗകികമായ സുഖങ്ങളെ ത്യജിച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെയാണ് സൂഫിയാക്കൾ എന്ന് പറയുന്നത്. വ്യക്തമാക്കാം. ഇന്ത്യയിലെ മുസ്ലിം ഭരണം തുടങ്ങിയ വർഷം 1001 ഇന്ത്യയിലെ മുസ്ലിം ഭരണം തുടങ്ങിയത്. മുസ്ലിം ഭരണം തുടങ്ങിയ വർഷം 1001 മുസ്ലിം ഭരണം തുടങ്ങിയത്. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊന്നാനിയാണ്. മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ് ആരാണ്? മഖ്ദൂം കുടുംബത്തിന്റെ പിതാവ് അഷ്ശൈഖ് അലി ബിനു അഹ്മദുൽ മഅ്ബരിയാണ്. റിഹ്ലത്തുൽ മുലൂക്ക് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? റിഹ്ലത്തുൽ മുലൂക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ആണ്, അതിനുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ. കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
കേരളത്തിലെത്തിയ ആദ്യ സൂഫി ആരാണ്? കേരളത്തിലെത്തിയ ആദ്യ സൂഫി ആരാണ്? ഹദറത്തുൽ ഖാജ മൊയ്‌ദീൻ ചിശ്തിയാണ്. അപ്പൊ ഹദറത്തുൽ ഖാജ മൊയ്‌ദീൻ ചിശ്തിയാണ്. ഓക്കെ, പൂർത്തിയാക്കുക. പൊന്നാനിയിലെ മഖ്ദൂമുകളുടെ മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് പൊന്നാനിയിലെ മഖ്ദൂമുകളുടെ മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് തോട്ടുങ്ങൽ പള്ളി. തോട്ടുങ്ങൽ പള്ളി. തോട്ടുങ്ങൽ പള്ളി 900 വർഷം. 900 വർഷം പഴക്കമുള്ള ഈ പള്ളി നിർമ്മിച്ചത് ഫരീദ് ഔലിയ റഹിമഹുല്ലാഹയാണ്. ഓക്കെ, കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക.